താമസമൊക്കെ എങ്ങനെയാ? ഇതാ ജോർജ് കുട്ടിയല്ലേ? അതെ അതെ. കണ്ടിട്ടൊരു പാവത്താനാണ് തോന്നുന്നു. ഇയാൾക്കെതിരെയുള്ള കേസ് എവിടെ വരെ ആയി? പാവത്താൻ സത്യം എത്ര പേർക്കറിയാം? അത് അറിഞ്ഞവരൊക്കെ ഞെട്ടിയിരിക്കേ. കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരെ സമ്മതിക്കില്ല. ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ. ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് ജോർജ് കുട്ടിയല്ലേ? ആണെന്ന് തോന്നുന്നു. അയാൾ വണ്ടി മാറിയോ? ഇവനിവിടെ താമസം? ആ കാണുന്ന പറമ്പല്ലേ ജോർജ് കുട്ടിയുടെ? ഇപ്പോൾ ജനാലകളാണത്രേ അയാൾ നോക്കുന്നത്. അതിലൂടെ കയറി വരുന്ന കാറ്റ് ഞാനൊരു ധ്യാനത്തിന് പോവാ. അയാളുടെ ധ്യാനത്തിനോ? ആ, ഒപ്പുന്നുള്ളത്രേ. അയാളുടെ പേര് മനുഷ്യൻ. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. He just recreated that day. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. ഒരു മുറിയിലെ ചിരി. ബിരിയാണി സൂപ്പർ ആയിരുന്നു അങ്കിൾ. നിങ്ങൾ എവിടെ പോയിരുന്നു? തൊടുപുഴയിൽ പാറേപ്പള്ളിയിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അയാൾ ആ ധ്യാനം കൂടിയിട്ടുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവരെ മാത്രം കൃത്യമായി ഓർത്തിരിക്കാൻ കാരണം? നല്ല കസ്റ്റമേഴ്സിനെ അങ്ങനെ മറക്കാൻ പറ്റൂ സർ. കാരണം ആ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞ കഥകളും കാര്യങ്ങളും ഞാൻ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല. ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു. 5-ാം തീയതിയിലെ ബില്ലുകളെല്ലാം ഉപേക്ഷിച്ച് പകരം 3-ാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്. പിന്നീട് 4-5 ദിവസം മുമ്പ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റുകൾ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അവർ പോലും അറിയാതെ അവർ കള്ളസാക്ഷി പറയാണ്. മോക്കിംഗ് അറ്റ് ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും, നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.